ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള സ്വിഫ്റ്റ് ആണോ. ഇതും 2006 മോഡൽ സ്വിഫ്റ്റ് ആണ്. അതും പെട്രോൾ വാഹനമാണോ. വണ്ടി 2006 ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ കൊണ്ടുനടന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വാഹനം നമ്മുടെ കേരളത്തിൽ ഉള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമായിട്ട് പറയാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലായിടത്തും പോകാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. എല്ലാ ഫാമിലീസും ഇപ്പൊ തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് സ്വിഫ്റ്റ്. ഇപ്പോഴും നിലവിൽ പുതിയ പുതിയ വേരിയന്റുകൾ വന്ന് നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് കേട്ടോ. അതിൽ ആദ്യത്തെ സെഗ്മെന്റ് വണ്ടിയാണിത്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ സ്വിഫ്റ്റ് ഉണ്ടായി. ഇറങ്ങിയപ്പോൾ നമുക്ക് എന്താ പറയുക, തവളമാക്കളുടെ ലുക്കാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എടുക്കലായിരുന്നു. പിന്നെ ഈ വാഹനത്തിന്റെ ഒരു ഇഷ്ടം കൂടി എല്ലാവർക്കും ഇപ്പൊ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കോമൺ ഫാമിലിയിലേക്ക്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിൽ ലുക്ക് അത്യാവശ്യം ഹെവി വലിപ്പവും കാര്യമുള്ള വണ്ടിയാണ്. നല്ലൊരു ഉരുണ്ട ഷേപ്പാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ എംബ്ലമൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ സ്വിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീറ്റായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് വന്നിട്ടുള്ള. ഓവറായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, വളരെ മിനിമലാണ്. അതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിൻസ്ക്രീനും കാര്യങ്ങളും ഏരിയ വരുന്നുണ്ട്. നമുക്ക് വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അന്ന് വണ്ടികളൊക്കെ പണിതുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് സംഭവിച്ചാലും ഒരുപാട് എഫക്ട് ചെയ്യാത്ത വാഹനം കേട്ടോ. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും നല്ല ഹെവി സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. ടയറൊക്കെ നോക്കുമ്പോഴായാലും ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 14 ഇഞ്ച് ടയറാണ് വരുന്നത്. ഇത് നോർമൽ ഡ്രമ്മാണ് വരുന്നത്. ഈ വാഹനം EXI വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഡോറൊക്കെ നോക്കുമ്പോഴെല്ലാം ഹെവി ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇന്റീരിയറിലും മിനിമൽ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒന്നും ഓവറായിട്ട് കൊടുത്തിട്ടില്ല. നല്ല ഭംഗിയുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല കയറാൻ ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് കയറി ഇറങ്ങാം. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയാലും നല്ല സ്മൂത്ത് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്ന്. ചില്ല് AC കാര്യങ്ങൾ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട് കേട്ടോ. VXI വേരിയന്റ് ആയതുകൊണ്ട് തന്നെ. ഇന്റീരിയർ കൂടുതൽ കാണിച്ചു തരാം കേട്ടോ. ഇന്റീരിയർ കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നല്ല ബ്ലാക്ക് ഫിനിഷിൽ തന്നെയുള്ള ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള AC വെന്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മിഡിലിൽ നോർമൽ AC വെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റീരിയോ കാണാം. അതൊരു പൈനിയറിന്റെ സ്റ്റീരിയോ ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാം കേട്ടോ. ഗിയർ നോബൊക്കെ അതിൽ നോർമൽ ഗിയർ നോബും കാര്യങ്ങളാണ് വരുന്നത്. നല്ല പൊസിഷനാണ് വരുന്നത് ഗിയർ നോബിന്റെ. അപ്പോൾ നമുക്ക് ഗിയർ മാറി ഓടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നത്. ലേഡീസിനായാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നല്ല പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല മീറ്ററൊക്കെ ആയാലും അനലോഗ് ഡിജിറ്റൽ കോംബോ മീറ്റർ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരു 5 പേർക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാം കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് ബാക്കിലായാലും. കൺജസ്റ്റഡ് ഒന്നും അല്ല, നല്ല ഏരിയ വന്നിട്ടൊരു വണ്ടിയാണ് കേട്ടോ. ചെറിയ വണ്ടിയിൽ നിന്ന് പുറത്ത് നോക്കുമ്പോഴായാലും ഉള്ളിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോറൊക്കെ അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെ ഓപ്പൺ ആവുന്ന ഡോറാണ്. അതുകൊണ്ട് കയറാൻ ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിലാണ് അന്ന് കാലത്ത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടാത്ത ഒരു ഷേപ്പ് വന്നത് കേട്ടോ. ഒരു ബാക്ക് എന്തോ പോലെ ഇരിക്കണമെന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഈ ഷേപ്പ് വളരെ ഇഷ്ടമാണോ. വളരെ എന്താ പറയാ, കേരളത്തില് ഒരു സാധാ ഫാമിലിയിൽ വണ്ടി മേടിക്കുമ്പോൾ ആദ്യം ചിന്തിക്കണ വാഹനം എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ്, ഓൾട്ടോ ഈ കാറ്റഗറി വണ്ടിയാട്ടോ. അതിൽ സ്വിഫ്റ്റ് ആണ് ഇപ്പൊ അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന വാഹനം കേട്ടോ. ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചാക്കൊക്കെ ഇട്ടിട്ടുണ്ടോ, കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടതായിരിക്കാം. സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ ലഗേജ് കൊണ്ടുപോകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റൂട്ടോ. രണ്ടുപേര് പോകണമെന്നുണ്ടെങ്കിൽ. ബാക്ക് ഡോർ ഒക്കെ ആയാലും അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട്. പെട്ടെന്ന് ചിളങ്ങി പോണ മെറ്റീരിയലൊന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ. ഇവിടെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള സുസുക്കിയുടെ എംബ്ലം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് VXI എന്നുള്ള ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ടൈലൈറ്റ് ഒക്കെ ആയാലും നല്ല ഭംഗിയുള്ള ടൈലൈറ്റ് ആണ്. സിമ്പിൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നാണ്. ഈ വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും നമുക്ക് എന്താ പറയാ, വളരെ ഇഷ്ടപ്പെട്ട സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഷേപ്പ് ആണോ. അതെല്ലാം അത്യാവശ്യം ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബോഡി ലൈനൊക്കെ പക്കയായിട്ട് നിൽക്കുന്ന വാഹനമുണ്ടോ. അതുപോലെ സൈഡിലൊരു ബീഡിങ് സ്വിഫ്റ്റ് എന്നുള്ള എംബ്ലുള്ള ബീഡിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ഡോർ ബീഡിങ് വന്നപ്പോൾ തന്നെ വണ്ടിക്ക് ഒരു ഫിനിഷിംഗ് ഉണ്ട്. ആ ഒരു വെറുതെ നിൽക്കുന്ന ഫീൽ ചെയ്ത് മാറിയിട്ട് വണ്ടി അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാ സൈഡിലും കൊണ്ടുനടക്കാം കേട്ടോ. ഇതിന്റെ പെയിന്റിംഗ് നോക്കുമ്പോഴായാലും കാണാൻ തന്നെ അത്യാവശ്യം ക്വാളിറ്റി പെയിന്റിംഗ് ആണ്. നല്ല ഫിനിഷിംഗ് കേട്ടോ. ഇപ്പോഴും വണ്ടിക്ക് ഒത്തിരി പഴക്കമായിട്ടുള്ള ഫീൽ വന്നിട്ടില്ല. അല്ല, ഇതിൽ 4 അലോയ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയെല്ലാം അടിപൊളി ലുക്കിലേക്ക് വരും കേട്ടോ. അപ്പൊ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം നോക്കാം.
ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല ഹെവി ബോണറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. വേറെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. വേറെ അബ്രോണോ കാര്യങ്ങളോ ഒന്നും പൊട്ടിച്ച് വന്നിട്ടില്ല. മേജർ ആക്സിഡന്റ് ഒന്നും മീറ്റ് ചെയ്യാത്ത വണ്ടിയാണ്. പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഓയിൽ ലീക്കേജോ പ്രശ്നങ്ങളൊന്നും വരാത്ത വാഹനമാണ്. ഇതൊരു 1200 cc എഞ്ചിനാണോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എഞ്ചിൻ തന്നെ പറയാൻ. പെട്രോൾ വാഹനത്തിനെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ ബോഡി വെച്ച് നോക്കുമ്പോഴായാലും ഇതിനെ ബിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ. ഇതിന് ഏകദേശം മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12നും 14നും ഇടയ്ക്ക് മൈലേജ് ആണ് കമ്പനി പറയുന്നത്. ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 12നും 13നും 12 to 13 മൈലേജ് നോർമൽ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടും. 14ഒക്കെ നമുക്ക് ഹൈവേ ഓടിക്കുമ്പോഴായാലും കിട്ടും കേട്ടോ. ഒരുപാട് മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരാത്ത വാഹനമാണ്. നമ്മളിപ്പോൾ കുറച്ചുകൾ ഓടിച്ചില്ലെങ്കിൽ പോലും ബാറ്ററി വരെ ഡിസ്കണക്ട് ചെയ്തിട്ടായിട്ടോ. വേറെ ഒരുപാട് കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വലിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. ഒരു ഓൾട്ടോക്കാരൻ്റെ ചിലവേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പെട്രോൾ സ്വിഫ്റ്റ് ഓടിച്ചോണ്ടിരിക്കുകയാണോ. വളരെ സ്മൂത്ത് ആണ്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വലിയ ലാഗോ കാര്യങ്ങളൊന്നും കിട്ടുള്ള കാര്യം കൊടുക്കുമ്പോൾ റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരുപാട് വൈബ്രേഷൻ, എഞ്ചിൻ നോയ്സ് ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. സ്മൂത്ത് ഡ്രൈവ് ആണ് കേട്ടോ. നല്ല ചില്ല് എസിയും കാര്യങ്ങളൊക്കെയാണ്. സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ സ്വിഫ്റ്റിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. 2006 മോഡൽ തന്നെ. 2026 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1,00,000 കിലോമീറ്ററാണ് വണ്ടി കവർ ചെയ്തിട്ടുണ്ട്. 3rd ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് മതിട്ടോ. അപ്പോൾ വണ്ടി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. നല്ല പെയിന്റിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും നമ്പർ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.